ഇബ്രാഹിക്ക എന്റെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്നതാണ് ഋതം കാസറ്റ് കട എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോടെ, നമ്മുടെ ഇപ്പൊ മൺമറഞ്ഞു പോയെങ്കിലും നമ്മുടെ മനസ്സിനുള്ളിൽ ഉള്ള നമ്മുടെ അബീക്ക, സാഗർ ഷിയാസിക്ക അല്ലെ, ഇവരൊക്കെ നമ്മുടെ മൂവാറ്റയുടെ മുത്തുകളാണ് അല്ലെ. കാരണം അബീക്കയുടെ മോൻ ഇപ്പൊ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ച് തിളങ്ങി നിൽക്കുവാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇവരൊക്കെ ഇക്കാടെ കാസറ്റ് കടയിൽ വരുമായിരുന്നു? സിയാസ് സ്ഥിരം വരുന്നുണ്ടായിരുന്നു. പിന്നെ സിയാസിന്റെ കൂട്ടുകാരന് ഹൊനായി നമ്മുടെ റിസഭാവയ്ക്കാണോ? അത് ശരി, ഇവിടെ വന്നു ഉദ്ഘാടനത്തിന് വരാനിരുന്നാണ്. പുള്ളിക്ക് തിരക്കാരനും വരാൻ പറ്റിയില്ല. അപ്പൊ അതിനുശേഷം സിയാസും പുള്ളിയും കൂടി എന്റെ അടുത്ത് വന്നില്ല. പക്ഷെ ഞാൻ എന്റെ ഓർമ്മയിൽ ഞാൻ തർബീയ സ്കൂളിൽ പഠിച്ചു. അപ്പം ആ സൈഡിൽ കൂടെ ഒരു ഉച്ച ടൈമിൽ എന്ന് പറഞ്ഞാൽ ഷിയാസൊക്കെ പോകുമ്പോണ്ടല്ലോ, ഒരു സിനിമാ താരം പോകുമ്പോൾ ആൾക്കാർ ഓടിപ്പോയി കാണണം. ഞങ്ങളൊക്കെ പോയി ഇങ്ങനെ ആകാംക്ഷയോടെ കാണുമായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഉച്ച സമയത്ത് ചെല്ലും. അപ്പൊ അന്ന് അവിടെയൊക്കെ പ്രേംകുമാർ ഏട്ടൻ, ബൈജു ചേട്ടൻ, അവരൊക്കെ വരുമായിരുന്നു. ആ ഒരു കാലഘട്ടം മറക്കാൻ പറ്റില്ല അല്ലെ. പിന്നെ അബീക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചെന്ന് കാണും. പിന്നെ കാരണം അതൊക്കെ വലിയൊരു കാര്യം തന്നെ. പിന്നെ അബീക്ക മൺമറഞ്ഞു പോയതിന്റെ ഓർമ്മ ദിവസത്തിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ നമ്മുടെ കലാഭവന വാസ്ക ഈ നിമിഷം ഓർക്കുന്നു. നിയാസ് ബക്കർക്ക് ആ സമയത്ത് പെരുമറ്റത്ത് പോയി പെരുമറ്റത്ത് പോയി കാണും. അബീക്കയുടെ എന്താ പറയാ കബറയുടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ എന്നെയാണ് കൂട്ടിക്കൊണ്ടുപോയത് അവിടെ പെരുമറ്റത്തേക്ക്. അപ്പൊ ആ പോണ പോക്കില് ഞാൻ എൻ്റെ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളി ഒരു കാര്യം പറഞ്ഞു, അടുത്ത പരിപാടിക്ക് നീ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പ്രോഗ്രാം നിയാസ് ബക്കർക്കാടെ കൂടെ ചെയ്യാൻ പറ്റി, മറിമായത്തിൽ എപ്പിസോഡ് ചെയ്യാൻ പറ്റി. അപ്പൊ എന്താ കാര്യം വെച്ചാൽ നിമിത്തം. അപ്പൊ ഇതിൽ അബിക്ക് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ. അബിയുടെ പരിപാടി അബി തുടങ്ങിയ കാലഘട്ടത്തിൽ മുതൽ ഞാൻ അബിയുടെ കൂട്ടുകാരനാണ്. അബിന്റെ പരിപാടികള് എല്ലാ പരിപാടികളിലും ഞാൻ പോകാറുണ്ടായിരുന്നു. അബിക്ക് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ചില കോളേജ് പരിപാടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മുടെ പിറവം ഭാഗത്തൊരു കോളേജ് പരിപാടിക്ക് ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ചെയർമാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ ഈ നന്നായിട്ട് മിമിക്രി ചെയ്യും എന്ന് പറഞ്ഞാൽ പിന്നെ മേളയിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷിയാസൊക്കെ എന്താ പറയാ, പിഷാരടി തൊട്ട് എല്ലാവരും വന്ന സമയത്ത്, സാജുകുടീനൊക്കെ വന്ന സമയത്ത് എന്നെ കേട്ടിട്ട് ഒരു സൗണ്ടെങ്കിലും ചെയ്യിപ്പിക്കും. എല്ലാവരും നല്ല സ്നേഹമായിരുന്നു. കാരണം മിസ് ചെയ്യാണ് അവരെ അല്ലേ. അവരെയൊക്കെ ഓർക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കാസറ്റ് കട എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് മൺമറഞ്ഞു പോയാലൊരു സങ്കടമുണ്ട്. അല്ലേക്ക കാസറ്റ് കട എന്ന് പറയുമ്പോഴല്ലോ വലിയ രസമായിരുന്നു അന്നല്ലേ. അന്ന് ഭയങ്കര VCR, അയ്യോ കാസറ്റ് ഇതൊക്കെ അല്ലേ. ഇപ്പൊ അതെല്ലാം ആ കാലഘട്ടമായിരുന്നു നമുക്ക് വേണ്ടതല്ലേ. ഒരു സിനിമ പാട്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ രസമായിരുന്നു. ഒരു സിനിമ മാസിക ചിത്രഭൂമി അല്ല ചിത്രഭൂമി ഇതൊക്കെ രസമല്ലേ. നമ്മുടെ കടയുടെ നേരെ ഓപ്പോസിറ്റ് അപ്സര തിയേറ്റർ. എന്റെ പടം കാണാനായിട്ട് ആളുകൾ വന്നേക്കുമ്പോ അപ്സര തിയേറ്ററിൽ ഞാൻ കണ്ട സ്ഫടികം എന്ന് പറഞ്ഞ സിനിമ, കാതലൻ സ്ഫടികം, ശബ്ദരേഖ പുറത്ത് കേൾപ്പിക്കലൊക്കെ ഒരു പ്രായക്കര പാപ്പാൻ. അതിനെ കുറിച്ച് പറയാം. ശബ്ദരേഖ എന്ന് പറയുമ്പോൾ ഈ പപ്പയുടെ സ്വന്തം പുസ്തക കമ്മീഷൻ ശബ്ദരേഖ. ഇത് കൂടാണ്ട് വേറെ കാര്യമുണ്ട്. ഈ ഓണത്തിനടക്ക് മുട്ടുവച്ചോറും ദേമാവലി കൊമ്പത്തും കേൾക്കാൻ വേണ്ടി, അതായത് നമ്മൾ വന്ന് നിൽക്കുമായിരുന്നു ആ കാലഘട്ടം. എന്തായാലും ആ കാലഘട്ടം ഇനി തിരിച്ചു വരില്ലെങ്കിലും അത് ഒരുപാട് സങ്കടപ്പെടുത്തുന്നു അല്ലേ. നമ്മുടെ സുഹൃത്തുക്കളെ നമ്മളെ വിട്ടുപോയി, ആ കാലഘട്ടവും പോയി അല്ലേ. ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരുപാട് കണ്ടുപിടുത്തമുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ കാലഘട്ടം ഇനി കിട്ടും. എന്തായാലും ഞങ്ങൾ മൂവാറ്റക്കാരുടെ എല്ലാവരും ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് ഋതം കാസറ്റ് കടയിൽ നിന്ന്. എന്തായാലും ഇപ്പൊ ആ പ്രസ്ഥാനം ജസ്റ്റ് ഒന്ന് മാറ്റി ഇപ്പൊ അല്ലെ, സോപ്പ് പൊടി മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. സോപ്പ് പൊടി കാലത്തിനനുസരിച്ച് കോലം മാറുന്നല്ലേ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇപ്പൊ വേറെ കാര്യം കൊണ്ട് ഞാൻ അറിഞ്ഞു, കരോക്കെ ഗാനങ്ങള് ഈ കലോത്സവം അതുപോലെ തന്നെ യുദ്ധോത്സവമൊക്കെ വരുമ്പോ അത് എത്തിച്ചു കൊടുക്കൂലേ, ആവശ്യപ്പെടുന്നവർക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഒരു സംവിധാനം. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ള ഇത് മാത്രമല്ലേ. അപ്പൊ എന്തായാലും സന്തോഷമൊക്കെ. താങ്ക് യു. അപ്പൊ ഇബ്രാഹിക്കായുടെ അടുത്ത് സംസാരിക്കാനും അതുപോലെ ഈ കാര്യം ചോദിക്കാനും സപ്പോർട്ട് ചെയ്തതിലും ഒരുപാട് നന്ദിയുണ്ട്. ഒപ്പം അഭിലാഷ് ഏട്ടായി.